കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് പട്ടാമ്പി. എന്നാൽ പാലക്കാട്ടേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പാടാം. 55 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഞങ്ങൾക്കിവിടെ അടുത്ത് കിടക്കുന്നത് മലപ്പുറവും തൃശ്ശൂരും ഒക്കെയാണ്. പട്ടാമ്പി ടു കുന്നംകുളം 25 കിലോമീറ്റർ യാത്രയുള്ളൂ. അതുപോലെ തന്നെ പട്ടാമ്പി ടു പെരിന്തൽമണ്ണയും ഞങ്ങൾക്ക് 25 കിലോമീറ്റർ യാത്രയുള്ളൂ. എന്നാലും പാലക്കാട്ടുകാരാണെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടാണ് നിങ്ങളുടെ പട്ടാമ്പി. ശരിക്കും നമ്മുടെയൊക്കെ സങ്കല്പത്തിലും അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചറിലൊക്കെ പറയുന്ന നാട് അല്ലേ? അത് കറക്റ്റ്. പട്ടാമ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുൽഖർ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ സങ്കല്പത്തിലുള്ളതും മലയാളി ലിറ്ററേച്ചറിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു നാടാണ് ഞങ്ങളുടെ പട്ടാമ്പി. ഭാരതപ്പുഴ, പട്ടാമ്പി പാലം, പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രം, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ, പട്ടാമ്പി ജുമാ പള്ളി, പട്ടാമ്പി ഫിഷ് മാർക്കറ്റ്, മേലെ പട്ടാമ്പി, അലക്സ് തിയേറ്റർ, തളി ക്ഷേത്രം, പോലീസ് സ്റ്റേഷൻ, മുൻസിഫ് കോടതി, പട്ടാമ്പി കാർഷിക സർവകലാശാല, സംസ്കൃത കോളേജ്, രായിരനല്ലൂർ മല, പട്ടാമ്പി നേർച്ച, GHSS പട്ടാമ്പി, കട്ടിൽ മാടം തുടങ്ങിയ പ്രത്യേകതകളും പാലം കടന്ന് അക്കരെ ചെന്നു കഴിഞ്ഞാൽ ഞാങ്ങാട്ടിരി, വാവന്നൂർ, കൂറ്റനാട് തുടങ്ങിയ സ്ഥലങ്ങളും, പടിഞ്ഞാറ് ഭാഗം പള്ളിപ്പുറവും, വടക്ക് ശങ്കരമംഗലം, ആമയൂർ, കൊപ്പം തുടങ്ങിയ സ്ഥലങ്ങളും, കിഴക്കോട്ട് പോയാൽ ഓങ്ങല്ലൂർ, കുളപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളുമാണ് പ്രധാനമായും ഉള്ളത്. വള്ളുവനാടിന്റെ ഭാഗമായിരുന്ന പട്ടാമ്പിയും അനുബന്ധ പ്രദേശങ്ങളും പറയിപെറ്റ പന്തീരുകുലത്തിനും കഥാകളമായിരുന്നു. ഇ ശ്രീധരൻ, അക്കിത്തം, MT വാസുദേവൻ നായർ, VT ഭട്ടതിരിപ്പാട്, മേജർ രവി, ഗോവിന്ദ് പത്മസൂര്യ, അനുമോൾ, മണികണ്ഠൻ പട്ടാമ്പി, കലാമണ്ഡലം ഗോപി, MG ശശി തുടങ്ങിയ കലാകാരന്മാരുടെ നാടും കൂടിയാണ് പട്ടാമ്പി. കൊപ്പം, കുലുക്കല്ലൂർ, മുതുതല, നെല്ലായ, ഓങ്ങല്ലൂർ, പരുതൂർ, പട്ടാമ്പി, തിരുവേഗപ്പുറ, വല്ലപ്പുഴ, വിളയൂർ തുടങ്ങിയവയാണ് പട്ടാമ്പി താലൂക്കിന് കീഴിൽ വരുന്ന വില്ലേജുകൾ. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ, ദേശമംഗലം, പെരുമ്പിലാവ്, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം, വളാഞ്ചേരി, പുലാമന്തോൾ, പെരിന്തൽമണ്ണ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം എന്നീ നഗരങ്ങളും പട്ടാമ്പിയുടെ സമീപ നഗരപ്രദേശങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ആസ്ഥാനമായ പാലക്കാട്ടേക്ക് 55ഓളം കിലോമീറ്റർ ദൂരമുണ്ട് പട്ടാമ്പിയിൽ നിന്ന്. പാലക്കാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പി തൃശ്ശൂരുമായും മലപ്പുറമായും അതിർത്തി പങ്കിടുന്നതിനാൽ തന്നെ ഒരു വാണിജ്യ നഗരമാണ് പട്ടാമ്പി. പട്ടാമ്പിയെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ പട്ടാമ്പിയുടെ വിസ്തീർണം 15.84 ചതുരശ്ര കിലോമീറ്റർ ആണ്. പട്ടാമ്പിയുടെ ജനസംഖ്യ എന്ന് നോക്കുകയാണെങ്കിൽ 22,108ഉം ജനസാന്ദ്രത, അതായത് 1 ചതുരശ്ര കിലോമീറ്ററിൽ ജീവിക്കുന്നവർ 1396 പേരാണ്. ഇപ്പോഴത്തെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനാണ്. 2013 കോൺഗ്രസ് ഭരണകാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള KM മാണി സാർ 12 പുതിയ താലൂക്കുകൾ കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട 12 താലൂക്കുകളിൽ ഒന്നായിരുന്നു പട്ടാമ്പിയും. അങ്ങനെ അതുവരെ ഒറ്റപ്പാലം താലൂക്കിന്റെ ഭാഗമായിരുന്ന പട്ടാമ്പി പുതിയ താലൂക്കായി മാറി. ജനുവരി 14, 2015 പട്ടാമ്പി നഗരസഭ രൂപീകൃതമായത്. KL 52 പട്ടാമ്പിയുടെ RTO നമ്പർ. ഭാരതപ്പുഴ ചില കിലോമീറ്ററുകൾ പട്ടാമ്പിയിലൂടെയാണ് ഒഴുകുന്നത്. ഇക്കാര്യം പലർക്കും അറിയാമായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാല് പ്രളയകാലത്ത് പട്ടാമ്പിയും പട്ടാമ്പി പുഴയും ഭാരതപ്പുഴയും എല്ലാം ഒരു ന്യൂസായിരുന്നു. ഭാരതപ്പുഴയെ ഭാരതപ്പുഴ എന്നും പട്ടാമ്പി പുഴ എന്നെല്ലാം വിളിക്കുമെങ്കിലും ഞങ്ങൾക്കത് നിളയാണ്, ഞങ്ങളുടെ സ്വന്തം നിള. നല്ല ജോറായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാലത്തിന് മുകളിൽ നിന്ന് നിളയൊന്ന് കാണണം. എൻ്റെ സാറേ, കഥയല്ല, കവിതയല്ല, ചിലപ്പോൾ നമ്മളൊരു കവിത സമാഹാരം പോലെ എഴുതിപ്പോവും. ചെറിയ ചാറ്റൽ മഴയിലെ ഒരു പഴയ പാട്ടും പ്ലേ ചെയ്തുകൊണ്ട് പട്ടാമ്പിയിലെ അധികം തിരക്കില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം അതൊരു വേറെ ലെവലാണ്.